ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് എളുപ്പത്തിലുള്ള മീൻകറി എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടി ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞ സവാളയാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ആണെങ്കിൽ ഒരു 5 ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടത് ഇനി പച്ചമുളകാണ്. 4 പച്ചമുളക് നെടുവെ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിന് പാകത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീൻ കറി എന്ന് പറഞ്ഞാൽ മുളകിട്ട കറിയാണ്, അപ്പം അത്യാവശ്യം എരിവും പുളിയൊക്കെ വേണം. അതുകൊണ്ട് ഞാനിവിടെ 4.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം. അതായത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചാറ് എന്തോരം വേണം അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മീനൊക്കെ ഇതിൽ കിടന്ന് ഒന്ന് വറ്റിപ്പോവും ചെറുതായിട്ട്. അപ്പം അതനുസരിച്ചിട്ടുള്ള പാകത്തിനുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മസാലകളെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കുടപ്പുളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കുടപ്പുളി ഇതുപോലെ തന്നെ നിങ്ങളുടെ പുളി എങ്ങനെയാണ്, ചില പുളിക്ക് കുറച്ച് പുളി ഉണ്ടാവുള്ളൂ, ചിലതിന് നല്ല പുളി ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതേതാ നമുക്കിനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ കറി ഇവിടെ നല്ല കുടുക്കാച്ചിയായിട്ട് നല്ല ചുമന്നിരിപ്പുണ്ടേ. അപ്പോൾ ഇതുപോലെ ഇരിക്കണം നമ്മുടെ മുളകിട്ട കറി കേട്ടോ. നല്ല ചുമപ്പ് വേണേ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പും മുളകൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. മുളകൊക്കെ നന്നായിട്ട് പാകത്തിന് ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഇനി കുറച്ചും കൂടി ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അതുപോലെ കൂട്ടുകാരെ, ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്ക് ഈ അരപ്പൊന്ന് തിളച്ച് വരണം. മസാലകൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ കറി വയ്ക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പൂൺ ഇട്ടും കൊണ്ട് ഇതുപോലെ ഇളക്കരുത്. ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതിയേ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. പക്ഷേ നമ്മൾ മൂടി വയ്ക്കുമ്പോഴേ കുറച്ചൊന്ന് തുറന്ന് വയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ പറ്റണമെന്നറിയോ, ഈ ചാറൊക്കെ തിളച്ച് താഴെ പോവും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ ഒന്ന് മാറ്റി വെച്ചേക്കണേ. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അല്ല നമ്മുടെ ചാറൊക്കെ പുറത്ത് പോകാതെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ചട്ടി വീണ്ടും ഒന്ന് ചുറ്റിച്ച് കൊടുക്കണേ. അത് മറക്കരുത് കേട്ടോ. ഇനി വീണ്ടും നമുക്ക് മീനൊന്നും വെന്തിട്ടില്ല. ഒന്നും കൂടെ നമുക്കൊന്ന് ചാറൊക്കെ ഒന്ന് കുറുകി നല്ല ടേസ്റ്റായിട്ട് വരണേ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ വെക്കാൻ പോവാണ് കേട്ടോ. ഒന്നും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കൊന്നുകൂടി തുറന്ന് നോക്കാം കേട്ടോ. അതേ നോക്കിയേ, നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാറൊക്കെ നന്നായിട്ട് കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് താളിച്ചൊഴിക്കണം. അപ്പം ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് എരിവ് പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളേ. പിന്നെ ഒരു കാര്യം ഞാനിവിടെ വിട്ടുപോയി, വേപ്പില ഇടാൻ മറന്നുപോയി കേട്ടോ. നിങ്ങൾ വേപ്പില ഇട്ട് കൊടുത്തേക്കണേ. വേപ്പില ഇടണേ. പിന്നെ ചെറിയ ഉള്ളിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മുരിയുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ചെറിയ തീയിൽ വയ്ക്കാം കേട്ടോ. പെട്ടെന്ന് കരിയിച്ച് കളയരുതേ. ഇതേ ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എരിവ് നോക്കി കഴിഞ്ഞപ്പോഴേ കുറച്ചും കൂടെ ഒന്ന് എരിവ് വേണമെന്ന് തോന്നി. അപ്പം ഞാനൊരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഈ മീൻ കറി. നിങ്ങൾക്ക് ഇതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതേ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വയറ് നിറയെ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കറി കൂട്ടി ചോറ് തിന്നാം കേട്ടോ.
അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ ഒരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.